ഡൽഹിയിൽ സ്ഫോടനമുണ്ടാക്കിയ കാർ ഓടിച്ച ജെയ്ഷെ ഭീകരൻ ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. പുൽവാമ കോലി സ്വദേശിയാണ് ഇയാളെന്നാണ് പറയുന്നത്. ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു. അമീറിന്റെ പേരിൽ കഴിഞ്ഞ മാസം വാങ്ങിയ കാറിന്റെ മുഴുവൻ പണവും നൽകിയതും ഡോക്ടർ ഉമറാണെന്നാണ് അന്വേഷണ ഏജൻസിയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി മറ്റു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വീണ്ടും ചേരുന്നു. ബൽറാം, വിശദാംശങ്ങൾ. SKN ഈ ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ അതിൻ്റെ പ്രധാന സൂത്രധാരനായി പ്രവർത്തിച്ചത് ഡോക്ടർ ഉമർ മുഹമ്മദ് ആണ് എന്നുള്ള നിഗമനം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇയാളുടെ കൂടുതൽ വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇയാളുടെ മറ്റൊരു പേര് ഉമർ നബി എന്നായിരുന്നു. പുൽവാമയിലെ കോലി എന്ന സ്ഥലത്താണ് ഇയാളുടെ ജന്മദേശം. അവിടെ നിന്നും പിന്നീട് ഇയാൾ പഠിച്ചത് ശ്രീനഗറിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് MBBS പഠനം പൂർത്തിയാക്കിയത്. അതിനുശേഷം അനന്ത്നാഗിലെ മെഡിക്കൽ കോളേജിൽ നിന്നും PG പഠനവും പൂർത്തിയാക്കിയ ശേഷമാണ് ഡൽഹിയിലേക്ക് എത്തുന്നത്. ഇയാൾക്ക് ഈ ഭീകര സംഘടനകളുമായി ബന്ധം വരുന്നത് അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെടുന്നത് അനന്ത്നാഗിൽ PG പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ന നിഗമനത്തിലാണ് അന്വേഷണ ഏജൻസികൾ ഉള്ളത്. കാരണം കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ 7 പേരിൽ 4 പേർ ഡോക്ടർമാരാണ്. ഇവർക്ക് എല്ലാവർക്കും തന്നെ ഈ അനന്ത്നാഗ് മെഡിക്കൽ കോളേജുമായി ബന്ധമുണ്ടായിരുന്നു. നിലവിൽ അവിടെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇവിടെ ഈ അറസ്റ്റിലായ അല്ലെങ്കിൽ ആദ്യം അറസ്റ്റിലായ ഡോക്ടർ. തുടർന്ന് ഇയാളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഫരീദാബാദിൽ നിന്നും മറ്റ് 2 പേർ, ഒരു വനിത ഉൾപ്പെടെ 2 പേരെ കൂടി അറസ്റ്റിലാകുന്നത്. ഇയാൾ ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായി പ്രവർത്തിച്ച് വരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ഭീകരാക്രമണ പദ്ധതി, ഒരു വലിയ ഭീകരാക്രമണ പദ്ധതി ഡൽഹി കേന്ദ്രീകരിച്ച് നടത്താൻ പദ്ധതിയിടുന്നതും അതിനായി വലിയ തോതിൽ തന്നെ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ശേഖരിച്ച സ്ഫോടക വസ്തുക്കൾ ഇവരുടെ ഭീകരാക്രമണ പദ്ധതി ഹരിയാന ജമ്മു കശ്മീർ പോലീസുകൾക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തകർക്കുകയും ഇവരിൽ 7 പേരെ അറസ്റ്റ് ചെയ്യുകയും 2900 കിലോയോളം സ്ഫോടക വസ്തുക്കൾ, അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള സ്ഫോടക വസ്തുക്കൾ പിടികൂടുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി പരിഭ്രാന്തിയിലായ ഇയാൾ അവിടെ നിന്നും ഫരീദാബാദിൽ തന്നെയായിരുന്നു ഈ ഡോക്ടർ ഉമർ മുഹമ്മദും ഉണ്ടായിരുന്നത്. ഇയാൾ ഇവിടെ നിന്നും ഈ കാറിൽ I-20 കാറിൽ അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് നിലവിൽ ഏജൻസികളുടെ നിഗമനം. ഈ കാർ എന്നാൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായാണോ ഇയാൾ വാങ്ങിയത് എന്നും ഏജൻസികൾ സംശയിക്കുന്നുണ്ട്. സഹോദരന്റെ പേരിൽ മുഴുവൻ പണവും ഇയാൾ നൽകിയാണ്, ഉമറാണ് അമീറിന്റെ പേരിൽ വാങ്ങിയ കാറിനുള്ള മുഴുവൻ പണവും നൽകിയത് എന്ന ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ കാർ സ്വന്തമാക്കുകയും എന്നാൽ അത് ഉപയോഗിച്ചത് ഉമർ തന്നെയായിരുന്നു. തുടർന്ന് ഡൽഹിയിൽ ഫരീദാബാദിൽ ഈ കാർ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ ദിവസം ഹരിയാന ജമ്മു കശ്മീർ പോലീസുകൾ സംയുക്തമായി റെയ്ഡ് നടത്തുന്ന വിവരമറിഞ്ഞ് അവിടെ നിന്നും ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു എന്നും സ്ഫോടക വസ്തുക്കളുമായി വന്ന ഇത്തരത്തിലൊരു പദ്ധതി മറ്റ് 2 കൂട്ടാളികൾ കൂടി ഈ ഡൽഹിയിലെ ഈ സ്ഫോടനത്തിൽ പങ്കുണ്ട് എന്നാണ് ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അവരുമായി ഒത്തുചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കിയതാണ് എന്ന നിഗമനത്തിലാണ് ഏജൻസികൾ ഉള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. ഇയാളുടെ മൃതദേഹം തന്നെയാണോ അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചത് ഇയാൾ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ശാസ്ത്രീയമായി. അതിനായി ഈ ഉമറിന്റെ സഹോദരനെയും ഒപ്പം തന്നെ മാതാവിൻ്റെയും നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരിൽ നിന്നും DNA സാമ്പിളുകൾ ശേഖരിച്ച് ഈ കാറിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിയ മൃതദേഹ ഭാഗങ്ങളുമായി ഒത്തുനോക്കും. അത്തരത്തിലായിരിക്കും ഇയാൾ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്ന കാര്യം സ്ഥിരീകരിക്കുക. എന്തായാലും നിലവിലിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണങ്ങളില്ലെങ്കിലും ഏജൻസി വൃത്തങ്ങൾ കൃത്യമായി തന്നെ ഈ ഒരു നിലയിലാണ് ഇയാൾ ഈ ഭീകര സംഘവുമായി ബന്ധപ്പെട്ടത് എന്നും ഇത്തരത്തിലൊരു ആക്രമണ പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഫോടനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന കാര്യവും ഏജൻസി വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.